சார் எக்ஸ்கியூஸ் மீ, அந்த மலையாளம் ஃபிலிம் டைரக்டர் ஐவிசி சார் வீடங்க இதோ அங்க. അല്ല, ആരാ ഇത്? സിനിമയെ കാണുന്നത് പോലെ തന്നെ ഉണ്ട്. നിങ്ങൾ ആരാണ്? ഞാൻ സീമ ചേച്ചിയുടെ ഒരു ആരാധകനാണ്. അവളുടെ രാവുകൾ ഞാൻ 17 പ്രാവശ്യം കണ്ടു. അതുപോലെ ആരൂഢം, വാർത്ത, അനുബന്ധം, ഇതിലൊക്കെ സീമ ചേച്ചിയുടെ അഭിനയം മനോഹരമായിരുന്നു. അതുകൊണ്ട് ശശി സാറില്ലേ? എന്താ വിശേഷം? അതും സിനിമയിൽ അഭിനയിക്കാൻ മുൻപ് അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് ഒരു അറബിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിലോ? സിനിമയിലല്ല, ജീവിതത്തില്. അല്ല, നാടകത്തില്. നാടകത്തിലും ജീവിതത്തിലും ഒക്കെ തുടർന്ന് അഭിനയിച്ച പോരെ? ഒന്ന് ശശി സാറിനോട് പറയോ? അത് എവിടെയുണ്ട്? ശശിയേട്ടൻ ഭരണിയില്ല. ഭരണിയില്? ഭരണി സ്റ്റുഡിയോയില്. കൊല നടത്തിയതിനു ശേഷം പിസ്റ്റൽ ഉപേക്ഷിച്ച് പോകത്തക്ക വിധം ബുദ്ധിയില്ലാത്തവനാണ് ഘാതകനും തോന്നില്ല. അസീസുമായി ഒരു മൽപ്പിടുത്തം നടത്തി. മൂവ്മെന്റ് ഒന്നുകൂടെ സ്ലോ ചെയ്യണം, ഞാൻ ടൈറ്റായിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, ക്യാമറ ട്രോൾ ഞാൻ പറയാം. സോമൻ, ഞാൻ സൂം ബാക്ക് സാർ. ഇൻസ്പെക്ടർ ഇൻക്ലൂഡ് ആകുമ്പോൾ വൈഡ് ചെയ്യണം. ഓക്കെ സാർ. സാർ, ഞാൻ വീട് പോയിരുന്നു. സോമൻ, ഒരു ഞാൻ വേണമെന്നില്ല. വി വിൽ ഗോ ഫോർ എ ടേക്ക്. സീമ ചേച്ചിയാ പറഞ്ഞത് സാർ ഇവിടെ ഉണ്ടെന്ന്. എന്താണ് അഭിനയിക്കാൻ ഒരു ചെറിയ ചാൻസ്. അങ്ങോട്ട് മാറി. ഞാൻ നന്നായിട്ട് അഭിനയിക്കും. അഭിനയിച്ചോ? എന്ത് റോളാണ് സാർ? ഒന്ന് മാറൂ സാർ. പുതുമുഖങ്ങളെ അവഗണിക്കരുത്. എന്തായാലും എന്ന കാലത്ത് എല്ലാവരും പുതുമുഖങ്ങളായിരുന്നല്ലോ. ഗായത്രിയിൽ വരുമ്പോൾ സോമായിട്ടൊരു ഒരു പുതുമുഖമായിരുന്നല്ലോ. ഒന്ന് പറഞ്ഞു കൊടുക്കും സാർ. സമ്മതിച്ചു, ഞങ്ങൾ ഒന്ന് എടുത്തോട്ട്. കൊല നടത്തിയതിനു ശേഷം പിസ്റ്റൽ ഉപേക്ഷിച്ച് പോകത്തക്ക വിധം ബുദ്ധിയില്ലാത്തവനാണ് എന്തായത്?